നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് ബി.ജെ.പിക്ക് ആദ്യമായി ഭരണം കിട്ടിയ കോർപ്പറേഷൻ, ബി.ജെ.പിയുടെ ആദ്യത്തെ മേയർ ആരാണ് എന്ന ചോദ്യം, ആദ്യത്തെ ബി.ജെ.പി മേയർ ആകുന്നത് ഇന്ന വ്യക്തിയാണ് എന്ന പേര് ഉയർന്നു കേൾക്കുന്നു. പക്ഷെ അവസാനം ആ വ്യക്തിക്കല്ല അത് കിട്ടുന്നത് എന്ന് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥ. എന്തായാലും ആർ ശ്രീലേഖ ഇടഞ്ഞു തന്നെ എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ സുവർണ നേട്ടം ആർക്കാണ് കിട്ടുക? ഇത്രയും വലിയൊരു ചരിത്ര മുഹൂർത്തത്തിൽ അതിന് സാക്ഷിയാകുന്ന അല്ലെങ്കിൽ അതിന് യോഗ്യരാകുന്നത് ആരാണ് എന്നതടക്കമുള്ള ഒരു ആകാംക്ഷയൊക്കെ നിലനിൽക്കവെയാണ് ബി.ജെ.പി അവരുടെ മേയറെ പ്രഖ്യാപിച്ചത്. വി രാജേഷ് ആണ് മേയർ എന്ന് പ്രഖ്യാപിച്ചത്. അതുവരെ ഉയർന്നു കേട്ട ആർ ശ്രീലേഖയുടെ പേര് അവിടെ അപ്രസക്തമാവുകയായിരുന്നു. മേയർ സ്ഥാനത്തേക്ക് സംസ്ഥാന നേതൃത്വം കരുതി വെച്ചിരുന്ന പേരിൽ അവസാന നിമിഷം മാറ്റം വന്നത് RSS ഇടപെടലിനെ തുടർന്നാണ് എന്നടക്കമുള്ള വാദങ്ങൾ ഇപ്പോൾ ശക്തമായി കൊണ്ടിരിക്കുകയാണ്. മുൻ തീരുമാനവുമായി മുന്നോട്ട് പോയാൽ പാർട്ടി പ്രവർത്തകർക്ക് നൽകുന്നത് തെറ്റായ സന്ദേശമായിരിക്കുമെന്ന് അമിത്ഷാ ഉൾപ്പെടെയുള്ള ഉന്നത നേതാക്കളെ RSS അറിയിച്ചു. ഇതോടെയാണ് വി രാജേഷ് എന്ന പേരിലേക്ക് ദേശീയ നേതൃത്വം വന്നത്, അല്ലെങ്കിൽ വി രാജേഷിന് മേയറാക്കാമെന്ന തീരുമാനത്തിലേക്ക് എത്തിയത് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കുകയും ചെയ്തയാളിനോടാണ് പ്രവർത്തകർക്ക് താല്പര്യം എന്ന സന്ദേശമാണ് ഇതിലൂടെ കൈമാറിയത്. അതായത് മുന്നണിയിൽ നിന്ന് പ്രവർത്തിക്കുക, രാഷ്ട്രീയപരമായിട്ടുള്ള ബന്ധമുണ്ടാവുക, മാത്രമല്ല സമരങ്ങളിൽ മുൻനിരയിൽ നിൽക്കുക, സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുക. തീർച്ചയായിട്ടും രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുമ്പോൾ ഒരു നേതാവാകുമ്പോൾ ഒരുപാട് കല്ലും മുള്ളും ഒക്കെ സഹിച്ച് അല്ലെങ്കിൽ ഒരുപാട് സമരങ്ങൾ ചെയ്ത് പ്രതിഷേധങ്ങളെല്ലാം ആളിക്കത്തി നിൽക്കുന്ന ഒരു വ്യക്തി തന്നെ ആയിരിക്കണം നേതാവ് എന്നതും ഒരു പാർട്ടിയെ സംബന്ധിച്ച് അതൊരു മൂല്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിൽ വന്ന വ്യക്തി തന്നെയാണ് വി രാജേഷ്. അർഹനായ ഒരു വ്യക്തിക്ക് അത് കിട്ടിയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. നിയമസഭാ തിരഞ്ഞെടുപ്പ് അരികെ നിൽക്കുന്ന സാഹചര്യത്തിൽ രാഷ്ട്രീയ വഴക്കമുള്ളയാളെ മേയറാക്കിയില്ലെങ്കിൽ പ്രതീക്ഷയുള്ള തിരുവനന്തപുരത്തെ 4 മണ്ഡലങ്ങളിലും പ്രവർത്തകരുടെ ആവേശത്തെ ബാധിക്കുമെന്ന സന്ദേശം വി മുരളീധരനും കെ സുരേന്ദ്രനും ദേശീയ നേതൃത്വത്തിന് നൽകുകയും ചെയ്തു. വി രാജേഷിന്റെയും ആർ ശ്രീലേഖയുടെയും പേരാണ് ആദ്യം മുതൽ ഉയർന്നത്. പക്ഷേ 24-നാണ് വി രാജേഷിനെതിരെ സംസ്ഥാന നേതാക്കളിൽ ചിലർ നീങ്ങുന്നുവെന്ന വിവരം പുറത്തുവന്നത്. 50 കൗൺസിലർമാരുടെ അഭിപ്രായം തേടിയ ശേഷമാകും അന്തിമ തീരുമാനമെന്ന് അടിസ്ഥാന നേതൃത്വം വ്യക്തമാക്കിയതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി S സുരേഷ്, വൈസ് പ്രസിഡന്റ് K സോമൻ, സിറ്റി ജില്ലാ പ്രസിഡന്റ് കരമന ജയൻ എന്നിവരുടെ സമിതിയെ കൗൺസിലർമാരുടെ അഭിപ്രായം തേടാൻ നിയോഗിച്ചിരുന്നു. സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരന്റെ മനസ്സിൽ ഒരു പേരുണ്ട്. ആ പേരിന് നിങ്ങൾ പൂർണ്ണ പിന്തുണ നൽകുമോ എന്നായിരുന്നു കൗൺസിലർമാരോട് ചോദ്യം. ആ അഭിപ്രായം തേടലിൽ അപകടമണത്ത ചില കൗൺസിലർമാർ RSS നേതൃത്വത്തെ വിവരം അറിയിക്കുകയായിരുന്നു. എന്തായാലും ഉന്നത തലത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടായി വി രാജേഷിലേക്ക് എത്താൻ മേയർ എന്ന പദവി. എന്തായാലും അത്തരത്തിലുള്ള വിവരമൊക്കെ പുറത്തു വരുന്നുണ്ട്. എന്തായാലും ആർ ശ്രീലേഖ ഇടഞ്ഞു തന്നെയാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസമൊക്കെ നമുക്കത് വ്യക്തമായിരുന്നു. പ്രത്യേകിച്ച് മേയർ ഈ ഒരു ബി.ജെ.പി കൗൺസിലർമാർ അധികാരമേൽക്കുന്നു, അവരുടെ മേയറിനെയാണ് തിരഞ്ഞെടുക്കുന്നത്. അവരുടെ മേയറുടെ സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുന്നതിനിടയിലാണ് ആർ ശ്രീലേഖ ഈ ഒരു ചടങ്ങുകൾ പൂർത്തിയാകുന്നതിന് മുൻപ് പുറത്തേക്ക് പോകുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത് അതൃപ്തി പുകയുന്നത് കൊണ്ട് തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. തീർച്ചയായിട്ടും ഈ ഒരു എങ്ങനെയാണ് ആർ ശ്രീലേഖയെ സമീപിക്കുക അല്ലെങ്കിൽ ബി.ജെ.പി എങ്ങനെയാണ് അനുനയിപ്പിക്കുക എന്നടക്കമുള്ള ചോദ്യങ്ങൾ പ്രത്യക്ഷത്തിൽ ഒരിക്കലും അവരത് മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടില്ല. അത്തരത്തിലൊരു പ്രതികരണമൊന്നും വരുന്നില്ല. എങ്കിൽ പോലും അതൃപ്തി ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അത് പ്രകടമാണ്. കഴിഞ്ഞ ദിവസം ആ ചടങ്ങിൽ നിന്ന് ഇറങ്ങിപ്പോയത് തന്നെ പ്രകടമായി തന്നെ കാണുകയാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ എങ്ങനെയാണ് ഈ പ്രശ്നം ബി.ജെ.പിയെ ബാധിക്കുക എന്നതും ഒരു ചോദ്യമായി ഉയരുകയാണ്. രാജീവ് ചന്ദ്രശേഖരന് ആർ ശ്രീലേഖയെ തന്നെ മേയറാക്കാനായിരുന്നു താല്പര്യം. പക്ഷേ മറ്റു ചില ഇടപെടലുകൾ, മറ്റു ചില തടസ്സങ്ങൾ, മറ്റു പല കാര്യങ്ങൾ, ഒരു പാർട്ടിയാകുമ്പോൾ തീർച്ചയായിട്ടും പല കാര്യങ്ങളും കണക്കിലെടുക്കണമല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വി രാജേഷിലേക്ക് ആ മേയർ പദവി എത്തുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ആർ ശ്രീലേഖയെ വീട്ടിലെത്തി തിരുവനന്തപുരം മേയർ വി രാജേഷും ഡെപ്യൂട്ടി മേയർ ആശാ നേതം കണ്ടിരുന്നു. ശ്രീലേഖയെ അനുനയിപ്പിക്കാനുള്ള ബി.ജെ.പി നേതൃത്വത്തിന്റെ ശ്രമവും പുരോഗമിക്കുകയാണ്. രാവിലെ മേയറുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് പൂർത്തിയാകും മുമ്പ് ശ്രീലേഖ മടങ്ങിയിരുന്നു. പ്രധാന നേതാക്കളെ കാണുന്നതിന്റെ ഭാഗമായിട്ടാണ് സന്ദർശനമെന്ന് വി രാജേഷ് വിശദീകരണം നൽകിയിരുന്നു ആർ ശ്രീലേഖയുടെ വീട്ടിലെത്തിയതിന്. എന്തായാലും വരും ദിവസങ്ങളിൽ കണ്ടറിയാം. മാത്രമല്ല അതേസമയം വി രാജേഷ് മേയറായി സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷം കെ സുരേന്ദ്രൻ അടക്കമുള്ളവർ നേതാക്കൾ, സുരേഷ് ഗോപി അടക്കമുള്ള നേതാക്കൾ കഴിഞ്ഞ ദിവസം എത്തിയിരുന്നു. അവരെല്ലാം മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. അവരുടെ പ്രതികരണത്തിലേക്ക് ഒരിക്കൽ കൂടി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാര്യമായി പ്രതിഫലിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. തീർച്ചയായിട്ടും കഴിഞ്ഞ തവണ 35 സീറ്റുകളിൽ ഞങ്ങൾ വിജയിച്ചപ്പോ
തൊട്ടടുത്ത രണ്ടാം സ്ഥാനത്ത് 12 സീറ്റുകളിൽ ഞങ്ങൾ വന്നിരുന്നു. കുറഞ്ഞ വോട്ടുകൾക്ക് മൂന്നാം സ്ഥാനത്തായ വേറെയും സീറ്റുകൾ ഉണ്ടായിരുന്നു. പടിപടിയായിട്ടുള്ള വളർച്ചയാണ് തിരുവനന്തപുരത്തെ BJP സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഇത്തവണ അതിന്റെ ഫലം കൊയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഞങ്ങൾ സംസ്ഥാന നേതൃത്വമായിട്ട് സ്ഥാനം ഒഴിയുന്നതിന് മുമ്പ് 20% വോട്ട് വളർച്ചയിലേക്ക് BJP എത്താൻ സാധിച്ചു. പക്ഷെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കണക്കുകൾ പുറത്തുവരുമ്പോൾ 15-ന് താഴേക്ക്, അതൊരു 10 വർഷം പിന്നിലേക്കുള്ള കണക്കിലേക്ക് ഓരോ തെരഞ്ഞെടുപ്പിനും ഓരോ പാറ്റേൺ ആണ്. അത് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ട് വീതം നോക്കിയല്ല ആളുകൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പാറ്റേൺ വേറെയാണ്, ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പാറ്റേൺ വേറെയാണ്, നിയമസഭാ തെരഞ്ഞെടുപ്പിന്റേതും വേറെയാണ്. ഒരു കാര്യം ഉറപ്പാണ്, ഞങ്ങൾ വലിയ സംഖ്യയിൽ വിജയിച്ചു വരും നിയമസഭയിൽ എന്നുള്ളത് നിങ്ങൾ ഉറപ്പിച്ചോളൂ. വികസന രംഗത്ത് അല്ല, സ്വാഭാവികമാണല്ലോ. അദ്ദേഹം യുവമോർച്ചയിൽ എന്റെ സഹപ്രവർത്തകനായിരുന്നു. പിന്നീട് ഞാൻ അധ്യക്ഷനായപ്പോഴും അദ്ദേഹം പാർട്ടിയിൽ പ്രധാനപ്പെട്ട ചുമതലകൾ വഹിച്ചിരുന്നു. രാജീവേട്ടൻ പ്രസിഡന്റ് ആയപ്പോഴും അദ്ദേഹത്തിന് ആ വലിയ ചുമതലകളെല്ലാം നൽകുകയുണ്ടായിട്ടുണ്ട്. അതിന്റെ ഒരു സ്വാഭാവിക പരിണാമം. രാജേഷിനെ തേടി തന്നെ ഈ പദവിയിൽ വരുമെന്ന് പ്രതീക്ഷിച്ചു ഒരിക്കലുമില്ല. ഞാൻ മേയർ ആരാവുമെന്നോ ഡെപ്യൂട്ടി മേയർ ആരാവുമെന്നോ രാജീവ് എന്നോട് പറയുമ്പോൾ മാത്രമാണ് ഞാൻ അറിഞ്ഞത്. അല്ല, അങ്ങനെ ചില സമ്മർദ്ദങ്ങൾ ഇവിടെ നിന്ന് പോയി സമ്മർദ്ദങ്ങൾക്കൊന്നും വഴങ്ങുന്ന പാർട്ടിയല്ല BJP. മറ്റേ കാര്യം കൂടി, ഒരു ജനറൽ ഈ ക്രിസ്ത്യൻ വോട്ടറെ സംബന്ധിച്ചൊരു വിലയിരുത്തൽ പാർട്ടി നടത്തിയിട്ടുണ്ടോ? കാരണം എല്ലാ കാര്യങ്ങളും ഇന്ന് വിശദീകരിക്കേണ്ടതില്ലല്ലോ പ്രശാന്ത്. ഇനി ദിവസം എത്രയും മുമ്പിൽ എനിക്ക് ശരി, താങ്ക് യു. കേരളത്തിലേക്ക്